ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിൽ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും കാറ്റിൽ പറത്തുമ്പോൾ അവിടെ ഒരു കാവൽക്കാരനായി കെ.സി. വേണുഗോപാൽ മാറുകയാണ്. പ്രധാനമന്ത്രിയുടെ മറുപടിയില്ലാതെ രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയം പാസാക്കിയ നടപടിക്കെതിരെ അദ്ദേഹം ഉയർത്തിയ ശബ്ദം കേവലം ഒരു പ്രതിഷേധമല്ല. അത് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. ചട്ടം 20, ചട്ടം 362 സഭാ നടപടികളിലെ ഓരോ വരിയും മനഃപ്പാഠമാക്കിയ ഒരു നേതാവിന് മാത്രമേ ഇത്തരം ചട്ടലംഘനങ്ങൾക്കെതിരെ ഇത്ര കൃത്യമായി വിരൽ ചൂണ്ടാൻ കഴിയൂ. സ്പീക്കർ ഓം ബിർളയ്ക്ക് അദ്ദേഹം നൽകിയ കത്ത് കേവലം ഒരു പരാതിയല്ല, മറിച്ച് ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നതിന് എതിരെയുള്ള ശക്തമായ താക്കീതാണ്. പ്രധാനമന്ത്രി മറുപടി പറയേണ്ടത് വെറും ഒരു ചടങ്ങല്ല, അത് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഭരണകൂടത്തെ അനുവദിക്കില്ല എന്ന് വേണുഗോപാൽ ഉറപ്പിച്ചു പറയുന്നുണ്ട്. സഭയ്ക്കകത്തും പുറത്തും കോൺഗ്രസിന്റെ കരുത്തുറ്റ പോരാളിയായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. താൻ പറഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി നന്ദി പ്രമേയം പറയാതിരുന്നത് എന്ന് സ്പീക്കർ പറയുമ്പോൾ അത് വെറും ഒരു വെളിപ്പെടുത്തലല്ല, അതൊരു കീഴടങ്ങലാണ്. പ്രതിപക്ഷത്തിന്റെ ചോദ്യശരങ്ങളെ നേരിടാൻ കഴിയാത്ത വിധം മോദി സർക്കാർ തളർന്നിരിക്കുന്നു. രാഹുലിനെ സംസാരിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ മോദിയെ സംസാരിപ്പിക്കില്ല എന്ന പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തിൽ സഭ സ്തംഭിച്ചു പോയി. നിങ്ങൾ എത്ര മൈക്കുകൾ ഓഫാക്കിയാലും എത്ര അംഗങ്ങളെ പുറത്താക്കിയാലും ആ ശബ്ദം നിലയ്ക്കില്ല. രാഹുൽ ഗാന്ധി ഇന്ന് സഭയിൽ ഒരു വ്യക്തിയല്ല, മറിച്ച് തളരാത്ത പോരാട്ടത്തിന്റെ കനലാണ്. ലഡാക്കിലെ ചൈനീസ് കടന്നുകയറ്റത്തെക്കുറിച്ച് നരവനയുടെ പുസ്തകം ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം ചോദിച്ച ഓരോ ചോദ്യവും ഭരണപക്ഷത്തിന്റെ നെഞ്ചിലേക്കായിരുന്നു. അമേരിക്കൻ സമ്മർദ്ദത്തിന് മോദി വഴങ്ങിയോ എന്ന് ചോദിക്കാൻ എപ്സ്റ്റീൻ ഫയലുകളുമായി സഭയിലെത്തിയ രാഹുലിന് മുന്നിൽ മറുപടിയില്ലാതെ മോദി വിറച്ചുപോയി. സഭയിലെ വനിതാ എംപിമാർ ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക എന്ന ബാനറുമായി പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടത്തിന് മുന്നിൽ നിലയുറപ്പിച്ചപ്പോൾ അവിടെ തകർന്നു വീണത് വർഷങ്ങളായുള്ള അധികാര ഗർവായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രധാനമന്ത്രി തന്റെ മറുപടി പ്രസംഗം ഉപേക്ഷിച്ച് ഓടിയൊളിച്ചു. അതെ, ഇത് പ്രതിപക്ഷത്തിന്റെ വിജയമാണ്. രാജ്യസഭയിൽ ഖാർഗെ ആഞ്ഞടിച്ചപ്പോൾ പ്രതിരോധിക്കാൻ വാക്കുകളില്ലാതെ ബി.ജെ.പി. നേതാക്കൾ നെഹ്റുവിനെയും പഴയകാല സംഭവങ്ങളെയും കൂട്ടുപിടിക്കുന്നത് അവരുടെ ദയനീയാവസ്ഥയുടെ തെളിവാണ്. രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകാത്തത് തന്റെ നിർദ്ദേശം മൂലമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറയുമ്പോൾ അത് മോദിയുടെ കൂടെ തോൽവിയാകുന്നു. കോൺഗ്രസ് എംപിമാർ പ്രതിഷേധിക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരം ലഭിച്ചതിനാൽ പ്രധാനമന്ത്രിയോട് താൻ വരേണ്ടെന്ന് പറഞ്ഞതായും അതിനാലാണ് മറുപടി പ്രസംഗം ഇല്ലാതെ പോയത് എന്നും ഓം ബിർള പറഞ്ഞു. പിന്നാലെ സഭ പിരിയുകയായിരുന്നു. ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം 5 മണിക്കായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ നരവനയുടെ പുസ്തകം ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിപക്ഷ പ്രതിഷേധം മൂലം നന്ദി പ്രമേയം പാസാക്കി സഭ പിരിയുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ പ്രസംഗം തടഞ്ഞിരുന്നുവെങ്കിൽ അത് ജനാധിപത്യത്തിന് നിരക്കാത്ത കാര്യമായേനെ എന്നും അതിനാലാണ് താൻ അത്തരത്തിൽ നിർദ്ദേശിച്ചത് എന്നും ഓം ബിർള കൂട്ടിച്ചേർത്തു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദ്യങ്ങളിൽ പരിഭ്രാന്തനായിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. സത്യത്തെ മോദി ഭയപ്പെടുന്നു. നുണകളിൽ അദ്ദേഹം അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അതാണ് ഈ നന്ദി പ്രമേയം ഒഴിവാക്കാനുള്ള കാരണം. എന്നാൽ നന്ദി പ്രമേയം പറയാതെ ചട്ടം ലംഘിച്ച മോദിയെ വെറുതെ വിടാൻ പ്രതിപക്ഷം തയ്യാറല്ല. ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾക്കെതിരെ ഡൽഹിയിലെ രാഷ്ട്രീയ ഇടനാഴികളിൽ കേരളത്തിന്റെ ഈ ശബ്ദം മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കും. അവകാശങ്ങൾ കവർന്നെടുക്കുമ്പോൾ, ചട്ടങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ വിട്ടുവീഴ്ചയില്ലാത്ത ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും.